Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഇതാണ്. Solve by the method of undetermined coefficients. Y double dash minus 4y dash plus 3y is equal to sin 3x. ഇത് സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷിയേഷൻ ആണ്. നമുക്ക് സോൾവ് ചെയ്യേണ്ടത് മെത്തേഡ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യന്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് സോൾവ് ചെയ്യേണ്ടത്. ഇത് ഈ മെയ് 2024 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചത്. ഇപ്പൊ ഇങ്ങനെ ഒരു പ്രോബ്ലം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഇതിന്റെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താണ്? ടു ഫൈൻഡ് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ അതിനെന്ത് ചെയ്യണം? y ഡബിൾ ഡാഷ് മൈനസ് 4y ഡാഷ് പ്ലസ് 3y is equal to 0. Then write the auxiliary equation. Auxiliary equation എന്താണ്? m square minus 4m plus 3. m square minus 4m plus 3 is equal to 0. Then m ന്റെ റൂട്ട് എന്താണ്? m is equal to 1 3. കാൽക്കുലേറ്റർ അടിച്ചാൽ നമുക്ക് റൂട്ട് കിട്ടും. m ന്റെ റൂട്ട് 1 ഉം 3 ആണ്. ഈ റൂട്ട്സ് റിയലും ഡിസ്റ്റിങ്ക്റ്റും ആണ്. സിൻസ് റൂട്ട്സ് ആർ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ്, കോംപ്ലിമെന്ററി ഫംഗ്ഷൻ y is equal to എന്ത് കിട്ടും നമുക്ക്? c1 into e raised to x plus c2 into e raised to 3x. നമ്മുടെ പ്രോബ്ലത്തിന്റെ ഒരു പാർട്ട് കഴിഞ്ഞു, കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കഴിഞ്ഞു. നമ്മുടെ ഫൈനൽ സൊല്യൂഷൻ എന്താണ്? y is equal to cf plus yp. cf plus particular. ഇനി നമുക്ക് അടുത്ത് എന്ത് കണ്ടുപിടിക്കണം? ടു ഫൈൻഡ് ദ particular. To find the particular. And നമ്മൾ choose yp choose ചെയ്യും. ഇവിടെ yp ചൂസ് ചെയ്യേണ്ടതാണ് റൈറ്റ് ഹാൻഡ് സൈഡ് sin 3x ആണ്. റൈറ്റ് ഹാൻഡ് സൈഡ് r of x എന്നുള്ളത് sin ax അല്ലെങ്കിൽ cos ax ഫോമിൽ ആയി കഴിഞ്ഞാൽ നമ്മൾ yp ചൂസ് ചെയ്യേണ്ടത് എന്താണ്? yp ചൂസ് ചെയ്യേണ്ടത് a cos 3x plus b sin 3x. a കോസും സൈനും ഉൾപ്പെടുന്നു. റൈറ്റ് ഹാൻഡ് സൈഡ് സൈനോ കോസോ വന്നാൽ നമ്മൾ yp ട്രയൽ സൊല്യൂഷൻ, ഇതാണ് ട്രയൽ സൊല്യൂഷൻ ആണ്. yp ചൂസ് ചെയ്യേണ്ടത് എന്താണ്? a cos 3x plus b sin 3x. അങ്ങനെ നമ്മൾ ട്രയൽ സൊല്യൂഷൻ ചൂസ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യണം? ഈ ട്രയൽ സൊല്യൂഷനും കോംപ്ലിമെന്ററി ഫംഗ്ഷനും ഡിഫറെന്റ് ആണോ നോക്കണം. ഡിഫറെന്റ് ആകണം. ഇറ്റ് ഷുഡ് ബി ഡിഫറെന്റ് ഫ്രം കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. ഇവിടെ നോക്കിയാൽ ഇവിടെ a cos 3x b sin 3x ഇതിലെ ടേമുകൾ ഒന്നും ഇവിടെ ഇല്ല. അപ്പൊ ഇതാണ് നമ്മുടെ yp. ഇനി നമുക്ക് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാം. ഇതിലെ ഏതെങ്കിലും ഒരു ടേം കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ വേറെ വിധത്തിലാണ് ചെയ്യേണ്ടത്. x കൊണ്ട് ഗുണിച്ചൊക്കെ ചെയ്യേണ്ടി വരും. ഇവിടെ നമുക്ക് a cos 3x plus b sin 3x ആണ്. ഇവിടെ നമുക്ക് c1 e raised to x c2 e raised to 3 രണ്ടും ഡിഫറെന്റ് ആണ്. therefore yp നമുക്ക് കറക്റ്റ് ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് തന്നിരിക്കുന്ന ഡിഫറൻഷിയേഷനിലെ y ഡബിൾ ഡാഷും y ഡാഷും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ ഈ yp ഡാഷ് കണ്ടുപിടിക്കുക. ആ yp ഡാഷ് ആണ് y ഡാഷ്. yp dash ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താണ്? a into minus sin 3x. a into minus sin 3x into 3 plus b into cos 3x into 3. ഇനി എന്ത് ചെയ്യണം? ഇതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് എന്താണ്? yp double dash is equal to minus 3a sin 3x ന്റെ cos 3x into 3 plus 3b into ഇവിടെ minus sin 3x into 3. അപ്പൊ നമുക്ക് yp double dash എന്താ കിട്ടുന്നത് നോക്കിയേ? minus 9a cos 3x minus 9b sin 3x. അപ്പോൾ yp ഡബിൾ ഡാഷ് കിട്ടി, yp ഡാഷ് കിട്ടി. y നമ്മുടെ കയ്യിലുണ്ട്. y എന്താണ്? a cos 3x plus b sin 3x ആണ്. അപ്പോൾ a യുടെ വാല്യൂ a cos 3x plus b sin 3x. yp ഡാഷിന്റെ വാല്യൂ എന്താണ്? yp ഡാഷിന്റെ വാല്യൂ minus 3a sin 3x plus 3b cos 3x. ഈ yp ഡബിൾ ഡാഷിന്റെ വാല്യൂ എത്രയാണ്? minus 9a cos 3x minus 9a cos 3x minus 9b sin 3x. ഇനി ഈ വാല്യൂസ് നമ്മൾ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ്? y ഡബിൾ ഡാഷ്. അതിന് എന്ത് കൊടുക്കണം?
മൈനസ് 9a cos 3x മൈനസ് 9b sin 3x. ഏതിന് വരാ കൊടുത്തേ? y ഡബിൾ ഡാഷിന് വരാം. ഇനി മൈനസ് 4y ഡാഷ്. y ഡാഷ് എന്താണ്? y ഡാഷ് എന്ന് പറഞ്ഞാൽ മൈനസ് 3a sin 3x പ്ലസ് 3b cos 3x. ഇനി എന്താ ഉള്ളത്? പ്ലസ് 3y. 3 ഇൻറ്റു y എന്താണ്? a cos 3x പ്ലസ് b sin 3x is equal to എന്താണ്? sin 3x. sin 3x. അപ്പോൾ തന്ന ഡിഫറൻഷിയേഷനിലേക്ക് നമുക്ക് കിട്ടിയ ഡിഫറൻഷിയേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? മൈനസ് 9a cos 3x മൈനസ് 9b sin 3x മൈനസ് 4 ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് മൈനസ് 3a sin 3x പ്ലസ് 3b cos 3x പ്ലസ് 3 ഇൻറ്റു a cos 3x പ്ലസ് b sin 3x is equal to sin 3x. ഇനി sin 3x ന്റെയും cos 3x ന്റെയും കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്ത് നമുക്ക് ആരെ കണ്ടുപിടിക്കാം? a നെയും b നെയും കണ്ടുപിടിക്കാം. അപ്പൊ അടുത്ത പ്രൊസീജിയർ എന്താണ്? ഈ a യും b കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ a യും b കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യാൻ പോണേ? cos 3x ന്റെ കോഎഫിഷ്യന്റ് കമ്പയർ ചെയ്യുന്നു, sin 3x ന്റെ കോഎഫിഷ്യന്റ് കമ്പയർ ചെയ്യുന്നു. അപ്പൊ നമ്മൾ ചെയ്ത സ്റ്റെപ്സുകളൊക്കെ എന്താ മനസ്സിലായല്ലോ അല്ലേ? ആദ്യം നമ്മൾ എന്താ ചെയ്തേ? കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കണ്ടുപിടിച്ചു. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ റൂട്ട്സ് കണ്ടുപിടിച്ചപ്പോ റൂട്ട്സ് നമുക്ക് 1 ഉം 3 ആണ് കിട്ടിയത്. റൂട്ട്സ് റിയലും ഡിസ്റ്റിങ്ക്റ്റും ആണ്. റൂട്ട്സ് റിയലും ഡിസ്റ്റിങ്ക്റ്റും ആണെങ്കിൽ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്താണ്? c1 × e raised to x പ്ലസ് c2 × e raised to x. അപ്പൊ നമുക്ക് കോംപ്ലിമെന്ററി ഫംഗ്ഷന്റെ വാല്യൂ കിട്ടി. ഇനി അടുത്ത് പർട്ടിക്കുലർ ഇന്റഗ്രലിന്റെ വാല്യൂ കിട്ടണം. പർട്ടിക്കുലർ ഇന്റഗ്രലിന്റെ വാല്യൂ കിട്ടാനായിട്ട് നമ്മൾ ഒരു ട്രയൽ സൊല്യൂഷൻ ചൂസ് ചെയ്തു. നമ്മൾ ചൂസ് ചെയ്ത ട്രയൽ സൊല്യൂഷൻ yp എന്ന് പറഞ്ഞാൽ a cos 3x പ്ലസ് b sin 3x എന്നാണ്. a cos 3x പ്ലസ് b sin 3x എന്നാണ് നമ്മൾ ചൂസ് ചെയ്തത്. yp is equal to a cos 3x plus b sin 3x. എന്തുകൊണ്ടാണ് നമ്മൾ ചൂസ് ചെയ്യാൻ കാരണം? ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞാൽ sin 3x ആണ്. റൈറ്റ് ഹാൻഡ് സൈഡ് എന്താണ്? sin 3x ആണ്. റൈറ്റ് ഹാൻഡ് സൈഡ് sin ax ഫോമിൽ വന്നാൽ നമ്മൾ yp ചൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? a cos ax plus b sin ax. അപ്പൊ a cos 3x plus b sin 3x എന്ന് നമ്മൾ ചൂസ് ചെയ്യും. ഇനി ഇത് ഈ ട്രയൽ സൊല്യൂഷൻ should be different from complementary function. ട്രയൽ സൊല്യൂഷനും ഈ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ should be different ആയിരിക്കണം. ഇതിലൊരു ടേം പോലും ഇത് ഉണ്ടാകാൻ പാടില്ല. ഇവിടെ c1 e raised to x ആണ്, ഇവിടെ c2 e raised to 3x ആണ്. അപ്പൊ ഇതിലൊരു ടേം പോലും ഇതിലില്ല. therefore നമ്മുടെ yp എന്നുള്ളത് എന്താണ്? a cos 3x plus b sin 3x. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഈ yp യുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കൊണ്ടു, yp യുടെ സെക്കൻഡ് ഡെറിവേറ്റീവ് കൊണ്ടു. ഫസ്റ്റ് ഡെറിവേറ്റീവ് നമുക്ക് എന്ത് കിട്ടി? മൈനസ് 3a sin 3x പ്ലസ് 3b cos 3x. സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ത് കിട്ടി? മൈനസ് 9a cos 3x മൈനസ് 9b sin 3x. അത് രണ്ട് നമ്മൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? തന്നിരിക്കുന്ന ഡിഫറൻഷിയേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ y ഡബിൾ ഡാഷിനും yക്ക് പകരം നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണേ? കമ്പയറിംഗ് ദി കോഎഫിഷ്യൻസ് ഓഫ് cos 3x ആൻഡ് sin 3x. അതാണ് അടുത്ത് ചെയ്യുന്നത് കേട്ടോ. ഈ കമ്പയർ ചെയ്ത കോഎഫിഷ്യൻസ് ഓഫ് cos 3x. cos 3x ന്റെ കോഎഫിഷ്യൻസ് നമുക്ക് ആദ്യം കമ്പയർ ചെയ്യാം. Comparing the coefficients of cos 3x. Comparing the coefficients of cos 3x on both sides. അത് കമ്പയർ ചെയ്യുമ്പോൾ നോക്കിയേ, ഇവിടെ നമുക്ക് ഒരു മൈനസ് 9 ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ടൈമിൽ മൈനസ് 9. ഇവിടെ ഇതിന്റെ ഇതിൽ എന്താ വരുന്നത്? ഇവിടെ നമുക്കത് 3/4 മൈനസ് 12b വരും. ഈ cos 3x മൈനസ് 12b വരും. പിന്നെ ഇവിടെ നിന്ന് എന്താ തന്നെ 3a is equal to എന്താണ്? 0. നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ മൈനസ് 9a പ്ലസ് 3a വരുമ്പോൾ മൈനസ് 6a മൈനസ് 12b is equal to 0. മൈനസ് 6a മൈനസ് 12b is equal to 0. നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന ഇക്വേഷൻ ആണ്. cos 3x ന്റെ കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയത് ഇവിടെ cos 3x ന്റെ മൈനസ് 9a, ഇവിടെ cos 3x ന്റെ മൈനസ് 12b, ഇവിടെ cos 3x ന്റെ പ്ലസ് 3a. അപ്പൊ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? മൈനസ് 6a മൈനസ് 12b is equal to 12. എന്ന് പറഞ്ഞാൽ എന്താണ്? 6a
പ്ലസ് 12b ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ a പ്ലസ് 2b ഈസ് ഈക്വൽ ടു 0. a പ്ലസ് 2b ഈസ് ഈക്വൽ ടു 0 ഇതാണ് നമുക്ക് കിട്ടിയ ഫസ്റ്റ് ഇക്വേഷൻ. cos 3x ന്റെ കോഎഫിഷ്യന്റ് കമ്പയർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? a പ്ലസ് 2b. ഇനി നമ്മൾ കമ്പയറിംഗ് ദ കോഎഫിഷ്യന്റ്സ് ഓഫ് comparing the coefficients of sin 3x. sin 3x ന്റെ കോഎഫിഷ്യന്റ് കമ്പയർ. sin 3x ന്റെ കോഎഫിഷ്യന്റ് കമ്പയർ ചെയ്യുമ്പോൾ ആദ്യത്തെ ടേബിൾ എന്താ ഉള്ളത്? -9b കിട്ടി. ഇനി എന്താണ് ഇവിടെ sin 3x ലെ 4 3 12a പ്ലസ് 12a. ഇനി അവിടെ നിന്ന് പ്ലസ് 3b is equal to എന്താണ് 1. സോൾവ് ചെയ്യാൻ നമുക്ക് എന്താ കിട്ടണേ? 12a minus 6b is equal to 0 equal to 1. രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടുന്നത് എത്രയാണ്? 12a minus 6b is equal to 1. രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് കിട്ടി. 12a minus 6b is equal to 1. ഈ ഇക്വേഷൻ 1 ഇതിന് ഇക്വേഷൻ 1 ഇതിന് ഇക്വേഷൻ 2 എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് ഇക്വേഷനോട് സോൾവ് ചെയ്താൽ നമുക്ക് a യുടെയും b യുടെയും വാല്യൂ കിട്ടും. അത് നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. സോൾവ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ ഏതായിരുന്നു? a പ്ലസ് 2b ഈസ് ഈക്വൽ ടു 0. രണ്ടാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു? 12a മൈനസ് 6b ഈസ് ഈക്വൽ ടു 1. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഇക്വേഷൻ 12 കൊണ്ട് ഗുണിക്കാം. 12 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 12a മൈനസ് 12 24 24b is equal to 0. അതായത് ഈ ഫസ്റ്റ് ഇക്വേഷനെ 12 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ 12a plus 24b is equal to 0. ഇനി നമുക്ക് ഇതിന് കുറയ്ക്കാം. 12a ഇത് ഇക്വേഷൻ 2 ആണ്. ഇത് ഇക്വേഷൻ 4 ആണെങ്കിൽ 4ൽ നിന്ന് നമ്മൾ 2 കുറയ്ക്കും. കുറച്ച് കഴിയുമ്പോൾ ഇവിടെ 0 ആയി പോകും. 24b ന്ന് 6b കുറച്ചാൽ നമുക്ക് എന്താ കിട്ടണേ? that is equal to 30b is equal to -1b. അപ്പോൾ b യുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? വാല്യൂ ഓഫ് b is equal to -1/30. അപ്പോൾ ഫസ്റ്റ് കോൺസ്റ്റന്റിന്റെ വാല്യൂ b is equal to -1/30 കിട്ടി. ഇനി നമുക്ക് ആരെ കിട്ടണ്ടേ? b യുടെ വാല്യൂ കിട്ടണം. a plus 2b is equal to 0 ആണെങ്കിൽ a എന്തായിരിക്കും? -2b ആയിരിക്കും. അപ്പോൾ -2 into b യുടെ വാല്യൂ എത്രയാ? -1/30. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 1/50. അപ്പോൾ a യുടെ വാല്യൂ എത്ര കിട്ടി? 1/50. a യുടെ വാല്യൂ 1/15 നും അതുപോലെ b യുടെ വാല്യൂ എന്ത് കിട്ടി? -1/30. ഇനി നമുക്ക് എന്ത് എഴുതാം? നമ്മുടെ yp എഴുതാം. therefore yp എന്ന് പറയുന്നത് എന്താണ്? yp is equal to therefore yp is equal to yp നമ്മൾ എന്താ എടുത്തത്? a cos 3x plus b sin 3x എന്നാണ് നമ്മൾ എടുത്തത്. അത് a യുടെ സ്ഥാനത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? a യുടെ സ്ഥാനത്ത് 1/15 cos 3x plus b യുടെ സ്ഥാനത്ത് 1/30 sin 3x. ഇതാണ് y. therefore നമ്മുടെ സൊല്യൂഷൻ എന്താണ്? y is equal to c1 cos x. ആദ്യത്തെ നമുക്ക് ആൻസർ എന്താ കിട്ടിയേ? c1 into e raised to x plus c2 into e raised to 3x plus 1/15 cos 3x plus 1/30 sin 3x. ഇതാണ് നമുക്ക് കിട്ടുന്ന ഫൈനൽ ആയിട്ട് കിട്ടുന്ന ആൻസർ. ഇങ്ങനെയാണ് മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യന്റ്സിലെ പ്രോബ്ലംസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക. ഇവിടെ നമ്മൾ കോഎഫിഷ്യന്റ്സ് ചെയ്യുമ്പോൾ സ്റ്റെപ്സ് എന്താണ്? ഒന്നാമത്തെ സ്റ്റെപ്പ് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കുമ്പോൾ 3 വ്യത്യസ്തങ്ങളായ കേസുകളുണ്ട്. കേസ് 1, കേസ് 2, കേസ് 3. ഇതേത് കേസാന്ന് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് ചെയ്യാം. ഈ ഒരു പ്രോബ്ലത്തില് റൂട്ട്സ് റിയലും ഡിസ്റ്റിങ്ക്റ്റുമാണ്. റൂട്ട്സ് റിയലും ഡിസ്റ്റിങ്ക്റ്റും ആണെങ്കിൽ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കാണാനുള്ള ഫോർമുല എന്താണ്? c1 into e raised to m1x plus c2 into e raised to m2x. അങ്ങനെ നമുക്ക് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കിട്ടും. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞ ശേഷം പർട്ടിക്കുലർ ഇന്റഗ്രൽ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ട്രയൽ സൊല്യൂഷൻ yp ചൂസ് ചെയ്യാം. അങ്ങനെ yp ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവിടെ നമ്മുടെ ലീനിയർ ഡിഫറൻഷിയേഷനിലെ റൈറ്റ് ഹാൻഡ് സൈഡില് sin 3x ആണ്. sin ax അല്ലെങ്കിൽ cos ax ഫോം ആണെങ്കിൽ നമ്മൾ yp ചൂസ് ചെയ്യേണ്ടത് എന്താണ്? a cos ax plus b sin ax ആണ്. ആ ഒരു ഫോർമുല ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ സൈൻ വന്നാലും കോസ് വന്നാലും നമ്മൾ ypയിൽ കോസും സൈനും ഇൻക്ലൂഡ് ചെയ്യും.
അങ്ങനെ നമ്മൾ YP നമ്മൾ ചൂസ് ചെയ്തു. അങ്ങനെ YP ചൂസ് ചെയ്തതിന് ശേഷം ഈ YPയും കോംപ്ലിമെന്ററി ഫംഗ്ഷൻ നോക്കണം. ഈ YPയിലുള്ള ഏതെങ്കിലും ഒരു ടേം കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ഉണ്ടോ എന്ന് നോക്കണം. ഇവിടെ നമുക്കില്ല. YPയിലുള്ള ഒരു ടേം പോലും കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ഇല്ല. അതുകൊണ്ട് അതാണ് നമ്മുടെ YP. ഇനി എന്ത് ചെയ്യണം? നമ്മുടെ തന്നിരിക്കുന്ന ലീനിയർ ഡിഫറൻഷിയേഷൻ സെക്കൻഡ് ഓർഡർ ആണ്. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ഓർഡറും സെക്കൻഡ് ഓർഡറും കണ്ടുപിടിക്കുക. ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഡെറിവേറ്റീവും സെക്കൻഡ് ഡെറിവേറ്റീവും YP ഡാഷ് കണ്ടുപിടിക്കുക, YP ഡബിൾ ഡാഷ് കണ്ടുപിടിക്കുക. ഈ YP ഡാഷ് ആണ് Y ഡാഷ്, അതുപോലെ YP ഡബിൾ ഡാഷ് ആണ് Y ഡബിൾ ഡാഷ്. അങ്ങനെ YP ഡാഷും YP ഡബിൾ ഡാഷും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലേക്ക് ഇവരെ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഇത് മൂന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Y ഡബിൾ ഡാഷ്, Y ഡാഷ്, Y ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് റൈറ്റ് ഹാൻഡ് സൈഡ് എന്താണ്? sin 3x ആണ്. ഇനി ചെയ്യേണ്ടത് എന്താണ്? കമ്പയറിംഗ് ദ കോഎഫിഷ്യൻസ് ഓഫ് cos 3x. cos 3x ന്റെ കോഎഫിഷ്യന്റ് കമ്പയർ ചെയ്യുക, അതുപോലെ sin 3x ന്റെ കോഎഫിഷ്യന്റ് കമ്പയർ ചെയ്യുക. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ ആണ് കിട്ടുന്നത്. a + 2b = 0 എന്നും 12a - 6b = 1 എന്നാണ്. ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആദ്യത്തെ ഇക്വേഷൻ 12 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ b യുടെ വാല്യൂ നമുക്ക് -1/30 കിട്ടി. b യുടെ വാല്യൂ ഉപയോഗിച്ച് നമുക്ക് ആരെ കണ്ടുപിടിക്കാം? a നെ കണ്ടുപിടിക്കാം. അപ്പൊ എയും ബിയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ YP എന്തായിരിക്കും? a cos 3x + b sin 3x ലെ a യുടെ സ്ഥാനത്ത് 1/15 കൊടുത്തു, b യുടെ സ്ഥാനത്ത് 1/30 കൊടുത്തു. നമ്മുടെ ആൻസർ നമുക്ക് കിട്ടി. അവസാനം നമ്മൾ എന്ത് ചെയ്യണം? അവസാനം ജനറൽ സൊല്യൂഷൻ എഴുതുമ്പോൾ എന്ത് എഴുതണം? കോംപ്ലിമെന്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ ഇന്റഗ്രൽ. കോംപ്ലിമെന്ററി ഫംഗ്ഷനും പർട്ടിക്കുലർ ഇന്റഗ്രലും കൂടി ആഡ് ചെയ്യണം. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്താണ്? c1 e⁻x + c2 e⁻3x. പർട്ടിക്കുലർ ഇന്റഗ്രൽ എന്താണ്? 1/15 cos 3x + 1/30 sin 3x. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. ഇത് 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഈ മെയ് 2024 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങളോട് ചോദിച്ചതാണ് കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നോട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, ശരി.